सुनो, रथ हवा में उड़ रहा है, तीर कमान ठीक से पकड़ो और तुम घोड़ों को संभालो। बहुत अच्छे, एक्शन। लाइट्स ऑन, कैमरा रोल करिए। राम जी निशाना लगाइए और अपनी अपनी अंतर दृष्टि से देख रहे प्रभु को नर नारी, भावना जैसी रही जिन्हें। अपनी अपनी अंतर दृष्टि से देख रहे प्रभु को नर नारी, भावना जैसी रही जिन्हें। അയോധ്യ തട്ടിപ്പിലെ SIT അന്വേഷണത്തിൽ തൃപ്തരല്ലെന്ന ആത്മീയ പണ്ഡിതർ. മുഖ്യമന്ത്രി കർശന നടപടിയെടുക്കണമെന്ന് കർപ്രത്രി മഹാരാജ്. തട്ടിപ്പുകാർക്കെതിരെയെല്ലാം കേസെടുക്കണമെന്നും അവരോട് അയോധ്യ വിട്ടുപോകാൻ ആവശ്യപ്പെടണമെന്നും ആത്മീയ പണ്ഡിതർ പറയുന്നു. അയോധ്യയിലെ ഹിന്ദു സന്യാസിമാർ തന്നെ പറയുകയാണ് രാമന്റെ സ്വർണവും പണവും ഒക്കെ കട്ടത് RSSകാരാണ്. പക്ഷെ അപ്പോഴും മുഖ്യകള്ളനായ രാമക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റോയിയെ സംരക്ഷിക്കുകയാണ് മോദിയും കൂട്ടരും. അതുകൊണ്ടാണല്ലോ ഇത്ര വലിയ കൊള്ള നടന്നിട്ടും ചമ്പത് റോയ് എന്ന RSS നേതാവിനെ പ്രതിയാക്കാൻ പോലും UP പോലീസ് തയ്യാറാകാത്തത്. ഏതോ ചില ജീവനക്കാർ നടത്തിയ കൊള്ളയല്ല രാമക്ഷേത്രത്തിൽ. ആ കൊള്ളയ്ക്ക് ക്ഷേത്ര നിർമ്മാണത്തെക്കാൾ പഴക്കമുണ്ട്. രാമന്റെ സ്വർണവും കാണിക്കയും മാത്രമല്ല, വിദേശ ഫണ്ട് പോലും രാമന്റെ പേരിൽ ചമ്പത് റോയും കൂട്ടരും മുക്കിയിരുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ട്രസ്റ്റിൽ പിന്നീട് കാര്യമായ സർക്കാർ ഇടപെടൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ട്രസ്റ്റിന് വിദേശ സംഭാവന ചട്ടങ്ങൾ പാലിച്ചോ എന്നതിലും സംശയമുണ്ട്. ഇതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. കാരണം രാമക്ഷേത്രം നിർമ്മിക്കും മുമ്പ് തന്നെ രാമനെ വിറ്റവരാണ് RSS. രാമക്ഷേത്രത്തിന്റെ പണി തുടങ്ങും മുമ്പ് തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂമി കുംഭകോണങ്ങളിൽ ഒന്ന് അയോധ്യയിൽ RSSന്റെ നേതൃത്വത്തിൽ നടന്നു. തീർന്നില്ല. ഉത്തരേന്ത്യയിൽ നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ നിയന്ത്രിക്കുന്ന നിർമോഹി അഖാര രാമക്ഷേത്രത്തിന്റെ പേരിൽ RSS കൂട്ടങ്ങൾ 1400 കോടി രൂപ പിരിച്ച് പോക്കറ്റിലാക്കിയെന്ന് 2017 തന്നെ വെളിപ്പെടുത്തിയിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്തും BJPയും 1990കൾ മുതൽ ഒരു കണക്കുമില്ലാതെ രാമന്റെയും രാമക്ഷേത്രത്തിന്റെയും പേരിൽ പണം പിരിക്കുകയാണെന്ന് അന്ന് ഹിന്ദു സന്യാസികൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു. പാവം രാമനെ വരെ വിൽപ്പനച്ചരക്കാക്കിയ RSSകാരാണ് രാമന്റെ പേരും പറഞ്ഞ്, രാമന്റെ പേര് പറയണമെന്ന് പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യരെ തല്ലാനും കൊല്ലാനും നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അമ്പലക്കള്ളന്മാരായ RSSകാരാണ് രാമന്റെയും ഹിന്ദു ദൈവങ്ങളുടെയും ഒക്കെ യഥാർത്ഥ ശത്രു. സ്വന്തം ദൈവമായ രാമനെ വിറ്റ് കാശാക്കുന്നവർ രാജ്യത്തെയും അതിലെ ജനങ്ങളെയും വിൽക്കില്ലെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചോ നിഷ്കളങ്കരെ?